ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് വന്നിരിക്കുന്ന പാലക്കാട് ഫസ്റ്റ് നയഗ്ര വാട്ടർഫോൾസ് അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ പാലക്കാട് ഫെസ്റ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. വണ്ടർ വാട്ടർഫോൾസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബിൽ കാണാൻ സാധ്യതയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റയിൽ വൈറലാണ് ഇപ്പോൾ നമ്മുടെ പാലക്കാട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയഗ്ര വാട്ടർഫോൾസാണ് ഇവിടെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഇതാക്കിക്കുന്നത് കേട്ടോ. ശരിക്കും റിയലാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത് എൻട്രി ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വന്നിട്ട് നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ പൂമ്പാറ്റ, തുമ്പി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതാ തേളി എന്ത് രസമാണെന്നറിയോ ഒക്കെ അങ്ങനെ ഇതാക്കിക്കുന്ന കാണാൻ. അതേപോലെ അവരുടെ കളർ ലൈറ്റ് അറേഞ്ച്മെൻ്റ് തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ DJ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അവരുടെ ലൈറ്റിംഗ് സെറ്റിൽമെൻറ്റ് അടിപൊളിയാണ്. അപ്പോൾ ഈച്ച, തേനീച്ച, അങ്ങനെയുള്ള കുറേ ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ആദ്യം തന്നെ അതാണ് വെച്ചിരിക്കുന്നത്. തേനീച്ച തേൻ കുടിക്കുന്നത് ആയിട്ട് അതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസമായി. അതിന് ശേഷമാണ് ഞാൻ പോയത്. കാരണം നല്ല തിരക്കാണ്. അത് ഓപ്പൺ ആക്കി അവിടെ മുതൽ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ പോയത് സൺഡേ ആയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ കാണുന്ന തിരക്കല്ല നമ്മളെ വാട്ടർഫോൾസിൻ്റെ അവിടെയാണ് ഒന്നൊന്നര തിരക്ക് കേട്ടോ. സമ്മതിക്കണം, ഇത് ഉണ്ടാക്കിയവരൊക്കെ ശരിക്കും അടിപൊളിയാണ്, സമ്മതിച്ചേ പറ്റൂ. പിന്നെ ഫസ്റ്റ് ഏതാണ്ടോ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വാട്ടർഫോൾസിനകത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനും മോനും കൂടെയാണ് പോയത്. അപ്പോൾ മോനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ആ വഴി അങ്ങനെ കയറിയതാണ് കേട്ടോ. അവനിക്ക് സുഖമില്ലായിരുന്നു, ഞാൻ പറഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിക്ക് സുഖമില്ലാന്ന്. അപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയി വാട്ടർഫോൾസിലേക്ക് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വാട്ടർഫോൾസ്. എന്ത് മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന അറിയോ. അതുപോലത്തൊരു DJ സോങ് സെറ്റായിരുന്നു കേട്ടോ. കളർ ഉണ്ടോ, ലൈറ്റിങ്ങിലെ നമ്മൾ വീണ് പോകും, അമാതിരി സെറ്റപ്പാണ്. അപ്പോൾ അതാണ്ട ഞാൻ പറഞ്ഞില്ലേ, തിരക്ക് വന്നിട്ട് മൊത്തം ഈ ഭാഗത്താണ്. അവിടെ DJ ആയിട്ടതാ എന്താ അല്ലേ, ഒന്നും നോക്കില്ല, എല്ലാം ഡാൻസിൻ്റെ മൂഡിലാണ്. ഡാൻസ് അങ്ങോട്ട് വെച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതിലൊന്നും പറയാനില്ല, നിങ്ങൾ കാണുക തന്നെ വേണം. പിന്നെ ഇനി അവിടുത്തെ വോയിസൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മളവിടെ DJയും അതേപോലെ മ്യൂസിക്കും പാട്ടും ഒക്കെ ഉള്ളത് കാരണം ഈ സൗണ്ട് ഇതിൽ ഓൺ ആക്കിയാൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഓൺ വോയിസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ. ഇതിൽ നമ്മുടെ ബിഗ് ബോസിൽ ഒരു താരം കൂടെ ഉണ്ട് കേട്ടോ. ബിഗ് ബോസിലെ താരമല്ല, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സ്പൈക്കുട്ടൻ്റെ അതേപോലത്തെ വേറെ ഒന്നതിനകത്ത് കണ്ടിട്ട് ഞാൻ ശരിക്കും നെട്ടി അതിനെ കണ്ടിട്ട്. അതുമല്ല ഈ വാട്ടർഫോൾസ് എന്ത് മനോഹരമാണെന്നറിയാം. നമ്മളെ ശരിക്കും അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുന്ന അതേ ഫീലിങ്സാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. നല്ല കാറ്റും നല്ല തണുപ്പും. അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മേത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ വീഴലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഡ്രസ്സ് കൊണ്ടുപോയി പറഞ്ഞാൽ വെള്ളത്തിൽ കളിച്ചിട്ട് മാറ്റാനുള്ള അറേഞ്ച്മെൻറ്റും അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഫെസ്റ്റ് തന്നെയാണ് ഈ വർഷത്തെ അവരുടെ പാലക്കാട് ഫെസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടോളി.
അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറച്ച് ഫുഡ് കോർട്ട്, നമ്മുടെ മുട്ടായികൾ, അതായത് നൊസ്റ്റാൾജിയ മുട്ടായികൾ, പിന്നെ അങ്ങനെയുള്ളതാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. ഫുഡ് കോർട്ടാണ് ഈ ഭാഗത്ത് മൊത്തം ഉള്ളത്. ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ മെയിൻ ഏരിയ വരുന്നത്. ഈ സംഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കളിക്കാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന സാധനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ യന്ത്രവുമല്ല, പിന്നെ അതേപോലെ ഒന്നും കൂടെ ഉണ്ട്. ഇത് ഗോസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കയറിയാൽ ഗോസ്റ്റുകളെ പോലെ കുറച്ച് എന്തൊക്കെ സംഭവം ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. നമുക്ക് രാത്രി നൈറ്റ് പേടിയാണ് നമുക്ക് കിടക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളത് ഇല്ലെങ്കിലേ പേടിയാണ്. അപ്പം അതുകൂടെ കണ്ട് ഒരുപാട് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ നിന്നില്ല. അപ്പം ഞാൻ എന്താ മോനെ ഐസ്ക്രീം വേണം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. കൂടുതലൊന്നും കഴിച്ചില്ല, അവിടെ നിന്നൊന്നും കഴിച്ചില്ല. കാരണം അതിന് ഒന്നാമത് വയറുവേദനയും ഛർദിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ വീണ്ടും കൂടിയാലോ എന്നുള്ളൊരു പേടി കാരണം കഴിച്ചില്ല. പിന്നെ അവനതാ ഒരു വണ്ടി കാരണം എനിക്ക് പോകണം അതിൽ കയറിയിരുന്ന ഒരു ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഗോസ്റ്റ് ഹൗസ്. അതിനകത്ത് നല്ല തിരക്കുണ്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് പറയേ വേണ്ട, അത്രമാത്രം തിരക്കാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വാട്ടർഫോൾസ് കാണാൻ നമുക്ക് അധികം ദൂരമൊന്നും പോകണേ, നമ്മുടെ പാലക്കാട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോവുക, കാണുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.